Hi students, today we are discussing Mikhail Porter's generic or competitive strategies. Mikhail Porter's generic strategies are a useful framework for organizations to identify a potential niche in which they can gain a competitive advantage in any industry. What do you mean by niche? It is the business of promoting and selling a product or service to a specialized segment of a market. Okay. The Mikhail Porter's book Competitive Advantage in the year 1985 has served as the foundation for much of modern business strategy. In this book, Porter explained the different methods by which organizations manage to develop a niche within any industry. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരു ഓർഗനൈസേഷന് അവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ദാറ്റ് ഈസ് പ്രൊമോട്ടിംഗ് ആൻഡ് സെല്ലിംഗ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസ് ബൈ ക്രിയേറ്റിംഗ് എ സ്പെഷ്യലൈസ്ഡ് സെഗ്മെൻറ്റ് ദാറ്റ് ഈസ് നിഷ് മാർക്കറ്റിംഗ്. അപ്പോൾ അതിനായി ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജീസാണ് ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ബുക്കിൽ മിഖായിൽ പോർട്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. In business strategies, competitive advantage is the main focus. And what is competitive advantage? എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ഹയർ പ്രോഫിറ്റ് ദാൻ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദി മാർക്കറ്റ് പ്ലേസ്. ദാറ്റ് ഈസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ക്ലിയർ? ദെൻ how can we gain competitive advantage? In this strategy, it is based on two key dimensions. Firstly, scope of the strategy. What do you mean by scope of the strategy? That is the reach or the customer base, whether it is a broad market or a narrow market. Okay, in this strategic model, there is in the horizontal axis, in the vertical axis, we are taking scope of the strategy. It may be broad or narrow. And in the horizontal axis, we are taking the sources of competitive advantage. What is the source of competitive advantage? There may be two sources, cost or differentiation. Cost advantage അതുപോലെ തന്നെ we can take a differentiation, product or service differentiation. This is the sources of competitive advantage. ഈ ഒരു രണ്ട് കീ ഡയമെൻഷൻസ് വെച്ചിട്ടാണ് പോർട്ടേഴ്സ് ജനറിക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദി വെർട്ടിക്കൽ ആക്സിസ് റെപ്രസെൻറ്റ്സ് ദി സ്കോപ്പ് ഓഫ് ദി strategy and the horizontal represents the source of competitive advantage. Okay, we can divide the total into 4 quadrants. The top left quadrant is cost leadership and the top right quadrant is differentiation and the bottom left quadrant is cost focus and the bottom റൈറ്റ് ക്വാഡ്രൻ്റ് ഈസ് ഡിഫറൻഷിയേഷൻ ഫോക്കസ്. ഇങ്ങനെ 4 ക്വാഡ്രൻറ്റുകളായിട്ടാണ് ഈ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ അഥവാ ഈ ഒരു ഗ്രാഫിന് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് ലീഡർഷിപ്പിൽ ദാറ്റ് ഈസ് ദി ടോപ്പ് ലെഫ്റ്റ് ക്വാഡ്രൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ ബ്രോഡ് സ്കോപ്പ്. ഓക്കെ, നമ്മൾ ഏത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിനൊരു ബ്രോഡ് സ്കോപ്പുള്ള ഒരു കാറ്റഗറിയാണ് കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ ദിസ് സ്ട്രാറ്റജി ജനറലി കൺസിസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അറ്റംപ്റ്റ് ടു ഗെയിൻ എ മാർക്കറ്റ് ഷെയർ ബൈ അപ്പീലിംഗ് ടു കോസ്റ്റ് കോൺഷ്യസ് ഓർ കോസ്റ്റ് റെസ്ട്രിക്റ്റഡ് കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമേഴ്സ്. ദെർഫോർ ഇറ്റ് ഈസ് ദ എയിം ഓഫ് ദി ഓർഗനൈസേഷൻ ടു ബിക്കം the lowest cost producer in their chosen industry. Although any organization will aim to remove any unnecessary cost, thus employing this strategy prioritize lowering all overheads. Okay, അപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്ഡ് പ്രോഡക്റ്റ് ഓർ സർവീസ് പ്രൊവൈഡർ ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ബ്രോഡ് കസ്റ്റമർ ബേസുള്ള കാറ്റഗറിയിൽ വരുന്ന തരത്തിലുള്ള
ബിസിനസ്സുകൾ സാധാരണ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് കോസ്റ്റ് ലീഡർഷിപ്പ്. അപ്പോൾ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന് കൊടുക്കാൻ കഴിയുന്നതിനേക്കാളും ലോവസ്റ്റ് പ്രൈസിൽ പ്രൊഡക്റ്റോ സർവീസസോ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് ലീഡർഷിപ്പ് കാറ്റഗറിയിൽ വരുന്ന ഒരു ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പർപ്പസ്, ഈ ഒരു പർപ്പസ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ദേ ക്യാൻ മേക്ക് ദ എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ മെത്തേഡ്സ്. അതുപോലെ തന്നെ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദി സപ്ലയേഴ്സ്. അതുപോലെ തന്നെ ദേ ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ ടെക്നോളജീസ്. ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മെത്തേഡ് എഫിഷ്യൻ്റ് ആയിരിക്കണം. സപ്ലയേഴ്സുമായിട്ട് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് എന്താണ് ഓർഗനൈസേഷൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് മാക്സിമം കോസ്റ്റ് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് കോസ്റ്റ് ലീഡർഷിപ്പ് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാളും ഒരു ലീസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ഒരു ലോവസ്റ്റ് പ്രൈസിൽ പ്രോഡക്റ്റോ സർവീസോ ഓഫർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ആമസോൺ എന്ന് വേണമെങ്കിൽ പറയാം. ആമസോണ് സെയിം പ്രോഡക്ട്സ് മറ്റുള്ള സൈറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചീപ്പർ റേറ്റിൽ പലപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ദ കോസ്റ്റ് ബിക്കം ദി ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ടു റെൻഡർ പ്രോഡക്റ്റ് അറ്റ് എ ലോവർ റേറ്റ്. അപ്പോൾ അവിടെ അവർ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് മിനിമൈസേഷൻ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോസ്റ്റ് ലീഡർഷിപ്പ്. ഓക്കെ, ദെൻ ടോപ്പ് റൈറ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നത് ഡിഫറൻസിയേഷനാണ്. വാട്ട് ഈസ് ഡിഫറൻസിയേഷൻ? ദി ജനറൽ ഫോക്കസ് ഓഫ് ഡിഫറൻസിയേഷൻ ലെഡ് ഓർഗനൈസേഷൻസ് ടു മേക്ക് ദെയർ പ്രോഡക്ട്സ് ഡിഫറെൻറ്റ് ഓർ മോർ അട്രാക്റ്റീവ് than any other within the industry to achieve a competitive advantage. These organizations generally target larger markets and focus on differentiation on a much wider scale within the industry than would a cost-led company. That means ഇതൊരു overall differentiation strategy ആണ്. That is doing something different or unique or more efficient. ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മളെ പ്രോഡക്റ്റിന് മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കോസ്റ്റ് കൺസിഡറേഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് മറ്റുള്ള പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു യുണീക്നെസ് ഫീൽ ചെയ്യണം. അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ആയിരിക്കണം. അങ്ങനത്തെ കേസിൽ കസ്റ്റമേഴ്സ് എന്തിന് റെഡി ആയിരിക്കും? ദേ ആർ റെഡി ടു പേ മോർ. ക്യാഷ് കൊടുക്കാൻ അവർ റെഡി ആയിരിക്കും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അഷ്വർ ചെയ്യേണ്ടത് എന്താണ്? പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു ബെറ്റർ ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൈഡർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഓവറോൾ ഡിഫറൻസിയേഷനിലൂടെ നമുക്ക് ഈ സ്ട്രാറ്റജി സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ യുണീക്ക് ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ എന്താണ്? ഡിഫറെൻ്റ് ആണ്. പ്രോഡക്റ്റ് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് എത്ര പേയ്മെൻറ്റ് നടത്താനും അല്ലെങ്കിൽ മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എപ്പോഴും ഹൈ പ്രൈസ് ആയിരിക്കും. അത് പേ ചെയ്യാൻ കസ്റ്റമേഴ്സ് റെഡി ആയിരിക്കും. ക്ലിയർ? ഇനി ബോട്ടം ലെഫ്റ്റ് ക്വാഡ്രൻ്റ് എടുക്കുകയാണെങ്കിൽ ദർ ഈസ് കോസ്റ്റ് ഫോക്കസ്. The cost focus refers to organizations who seek to develop a lower cost advantage but only within a small market segment. അപ്പോൾ കോസ്റ്റ് ലീഡർഷിപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോസ്റ്റ് ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറയുന്നതും ഒരു ലോവർ കോസ്റ്റ് അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയൊരു നിഷ് മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഒരു സ്മോൾ സെഗ്മെൻറ്റിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദീസ് പ്രോഡക്ട്സ് വിൽ ജനറലി ബേസിക് ആയിരിക്കും, ബട്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ മാർക്കറ്റ് ലീഡിങ് പ്രോഡക്ട്സ്. അതുകൊണ്ട് തന്നെ ഈ മോസ്റ്റ് പോപ്പുലർ പ്രോഡക്ട്സ്, ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പോപ്പുലർ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ പ്രൈസ്ഡ് പ്രോഡക്റ്റും ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ആക്സെപ്റ്റബിൾ ടു എ സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ഓർഡർ ടു മേക്ക് എ പ്രോഫിറ്റ്. ആ ഒരു വിത്തിൻ ലിമിറ്റഡ് സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രം, അല്ലെങ്കിൽ അത്രയും ലിമിറ്റഡ് നമ്പർ ഓഫ് സെയിൽസ് നടന്നാലും ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് ആയിരിക്കും
അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനീസ് സാധാരണ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് കോസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് എങ്ങനെയാണ്, ബ്രോഡർ അല്ല, നാരോ മാർക്കറ്റാണ് അല്ലേ. കോസ്റ്റ് ലീഡർഷിപ്പ് തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇൻ എ ബ്രോഡ് മാർക്കറ്റ് ബട്ട് വിത്തിൻ എ ഫോക്കസ്ഡ് ഓർ നാരോ മാർക്കറ്റ്. അവിടെ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോൾസ് റോയ്സിൻ്റെ കാസൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഈ കോസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്ന കമ്പനീസാണ്. ഓക്കെ, ഇനി ഡിഫറൻസിയേഷൻ ഫോക്കസ് നമ്മൾ നേരത്തെ ഓവറോൾ ഡിഫറൻസിയേഷനാണ് പറഞ്ഞത്, അതൊരു ബ്രോഡർ മാർക്കറ്റിൻ്റെ കേസിലാണ് പറഞ്ഞത് അല്ലേ, ആപ്പിളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതൊക്കെ. ഇവിടെ ഡിഫറൻസിയേഷൻ ഫോക്കസ് എന്ന് പറയുമ്പോൾ ദ ഓർഗനൈസേഷൻ ട്രൈ ടു ഡെവലപ്പ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ബട്ട് ഓൺലി വിത്തിൻ വൺ ഓർ മോർ സ്മോളർ നമ്പർ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് ഫോക്കസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസിയേഷൻ ഫോക്കസും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്മോളർ നമ്പർ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ മാത്രം എന്ത് ചെയ്യാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, വളരെ കുറവായിരിക്കും. ആസ് ദീസ് ഓർഗനൈസേഷൻസ് ഹാവ് ഐഡൻറ്റിഫൈഡ് സ്മോളർ കസ്റ്റമർ ഗ്രൂപ്പ് ടു ഫോക്കസ് ഓൺ, they can more specifically appeal to the needs and wants of this group and than could an organization which is attempting to differentiate for a wider population. ഒരു ബ്രോഡർ ആയിട്ടുള്ള മാസ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് നമ്മൾ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ഈ നാരോ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് മാർക്കറ്റിൽ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഒരു കമ്പനിക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞൊരു എക്സാമ്പിൾ ദുഗാട്ടി ഒരു എക്സാമ്പിളാണ്. റോൾസ് റോയ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ദുഗാട്ടിയും എന്താണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ്സിൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോക്കസ്ഡ് മാർക്കറ്റാണ്. അത്തരത്തിലുള്ള ഒരു ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ.